കേരളത്തിൽ നിന്നും ബി.ജെ.പിക്ക് വീണ്ടും ഒരു എം.പിയെ ലഭിക്കുകയാണ്. തീർത്തും അപ്രതീക്ഷിതമായി കണ്ണൂരിലെ സദാനന്ദൻ മാഷിനെയാണ് ബി.ജെ.പി രാജ്യസഭാ എം.പിയായി നിയമിച്ചിരിക്കുന്നത്. അക്രമ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ നിരന്തരമായി കേട്ടുകൊണ്ടിരുന്ന പേരാണ് സദാനന്ദൻ എന്നുള്ളത്. CPM-ന്റെ ആക്രമണത്തിൽ കാലുകൾ നഷ്ടപ്പെട്ട RSS നേതാവ് സി സദാനന്ദനാണ് അങ്ങനെ രാജ്യസഭയിലേക്ക് എത്തുന്നത്. സി സദാനന്ദനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. 3 പതിറ്റാണ്ട് മുമ്പ് CPM-ന്റെ ആക്രമണത്തിൽ കാലുകൾ നഷ്ടപ്പെട്ട സദാനന്ദൻ കൃത്രിമ കാലിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. RSS-ന്റെ ജില്ലാ കാര്യവാഹ് ആയിരിക്കെയാണ് കണ്ണൂർ സ്വദേശിയായ സദാനന്ദൻ ആക്രമിക്കപ്പെടുന്നത്. കണ്ണൂരിലെ CPM RSS അക്രമത്തിൽ ബലാബലത്തിന്റെ ബലിയാടായി ഇന്നും ജീവിക്കുന്ന സദാനന്ദൻ രാജ്യസഭയിൽ എത്തുക വഴി ബി.ജെ.പി നേതൃത്വം കേരളത്തിന് പ്രാതിനിധ്യം നൽകുന്നതിനപ്പുറത്ത് ഒരാവേശവും പോരാട്ടവീര്യവും നൽകുന്നു എന്നുള്ളതാണ് സത്യം. തെരഞ്ഞെടുപ്പുകൾ 2 മുമ്പിൽ നടക്കാനിരിക്കെ ഇത് വലിയൊരു മാറ്റമാണ് ബി.ജെ.പിയിൽ സൃഷ്ടിക്കാൻ പോകുന്നത്. 2016-ൽ കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ നിന്നും ബി.ജെ.പി സ്ഥാനാർത്ഥിയായിരുന്നു സദാനന്ദൻ. സ്ഥാനാർത്ഥിയായിരിക്കെ സദാനന്ദൻ മാസ്റ്റർക്ക് വേണ്ടി നരേന്ദ്രമോദിയടക്കം പ്രചരണത്തിന് എത്തിയിരുന്നു. അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരകളുടെ പ്രതീകമാണെന്നും മോദി അന്ന് പറഞ്ഞതാണ്. അത് നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള ബി.ജെ.പി നേതൃത്വം വലിയ ഒരു പുസ്തകത്തിൽ തന്നെ കുറിച്ചിട്ട പേരായി സദാനന്ദൻ മാസ്റ്റർ മാറുകയായിരുന്നു. ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ഇന്ന് സദാനന്ദൻ മാസ്റ്റർ. CPM-ന്റെ അക്രമ രാഷ്ട്രീയം ചർച്ചയാക്കാനാണ് ബി.ജെ.പിയുടെ ഈ നീക്കമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭാ പ്രവേശനം പ്രചോദനം ഉൾക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പെന്ന് ബി.ജെ.പി വ്യക്തമാക്കുകയാണ്. സദാനന്ദൻ മാസ്റ്ററുടെ ജീവിതം രാഷ്ട്രീയ അക്രമങ്ങൾക്കെതിരായ ഒരു കുറ്റപത്രമായി നിലനിൽക്കുന്നുവെന്നും സദാനന്ദന്റെ ജീവിതം ധൈര്യത്തിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകമാണെന്നും ബി.ജെ.പിയുടെ IT സെൽ ദേശീയ കൺവീനർ അമിത് മാളവ്യ വ്യക്തമാക്കുകയും ചെയ്തു. മാരകമായ ആക്രമണമേറ്റിട്ടും സദാനന്ദൻ RSS ആക്ടിവിസ്റ്റായി പ്രവർത്തിച്ചു. രാഷ്ട്രീയ ആക്രമണങ്ങളുടെ കേന്ദ്രമായ കൂത്തുപറമ്പ് മത്സരിച്ചത് തന്നെ വലിയൊരു സന്ദേശമാണ് നൽകിയതെന്നും കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കുന്നു. നമുക്കറിയാം, കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി മന്ത്രിയായതൊഴികെ ബാക്കി എല്ലാ ബി.ജെ.പി കേന്ദ്രമന്ത്രിമാരും രാജ്യസഭ വഴി തന്നെയാണ് മന്ത്രിമാരായിട്ടുള്ളത്. പല വലിയ നേതാക്കളും പദവികളില്ലാതെ തന്നെ സൈഡിൽ നിൽക്കുമ്പോൾ അൽഫോൺസ് കണ്ണന്താനത്തെ പോലെയുള്ളവർ ചുളുവിൽ മന്ത്രിയായതിൽ ബി.ജെ.പിയിൽ എതിർപ്പുണ്ടെങ്കിലും സദാനന്ദന്റെ കാര്യത്തിൽ ആർക്കും എതിർപ്പ് വരാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ബി.ജെ.പി നേതാവ് സദാനന്ദൻ രാജ്യസഭയിലേക്ക് എത്തുന്നതോടെ കണ്ണൂരിന് മറ്റൊരു രാജ്യസഭാ MP കൂടി ലഭിക്കുകയാണ്. സദാനന്ദന് രാഷ്ട്രപതി വിജ്ഞാപനം ഇറക്കിക്കൊണ്ട് നിർദ്ദേശം വന്നു. സദാനന്ദന് പുറമെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള അഭിഭാഷകനായ ഉജ്വൽ നിഗം, മുൻ വിദേശകാര്യ മന്ത്രി ഹർഷവർദ്ധൻ ശൃംഗ, അതുപോലെ ചരിത്രകാരി മീനാക്ഷി ജെയിൻ എന്നിവരും രാജ്യസഭയിൽ അംഗങ്ങളാകും. രാജ്യസഭാ അംഗമായി നിർദ്ദേശിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നും പ്രധാനമന്ത്രി ഇക്കാര്യത്തെ പറ്റി നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നുവെന്നാണ് സദാനന്ദൻ വ്യക്തമാക്കിയത്. കേരളത്തിനും കേരളത്തിലെ പാർട്ടി പ്രവർത്തനത്തിനും ശക്തി പകരുന്ന ഒരു തീരുമാനമാണ് കേന്ദ്ര നേതൃത്വം സ്വീകരിച്ചത് എന്ന് അദ്ദേഹം പറയുകയാണ്. അങ്ങനെ ഏതായാലും കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയങ്ങൾക്ക് ഒരു ബലിയാടായി തന്നെ നിലനിൽക്കുന്നു എന്ന പേരിൽ നിന്ന് ഈ രാജ്യത്തിന്റെ ഉപരിസഭയിലേക്ക് കൂടി എത്തുകയാണ് സദാനന്ദൻ മാസ്റ്റർ. ഇത് ബി.ജെ.പിയുടെ മറ്റൊരു രാഷ്ട്രീയ തന്ത്രം എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും.